CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള 3 അപ്ഡേറ്റുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനുമായി അനുബന്ധിച്ചുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത ISLന്റെ 11ാം സീസണിലേക്കുള്ള പ്രീ സീസണുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നടത്തിയ പുതിയൊരു സൈനിങ്ങിനെ കുറിച്ചുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇവാൻ വുക്കോമാനോവിച്ച് എന്ന സൂപ്പർ പരിശീലകൻ ഈ ഒരു ISLന്റെ 10ാമത്തെ സീസൺ കഴിഞ്ഞതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇനി എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആരാധകരും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് അടുത്ത പരിശീലകനെ കുറിച്ചാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട്. നിലവിൽ ഏതായാലും ഇപ്പോൾ പരിശീലകനുമായി അനുബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടതിനു ശേഷം ഒരുപാട് പരിശീലകന്മാരുടെ അപേക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 100ഓളം പ്രൊഫൈലുകളാണ് ഈ ഒരു അപേക്ഷയിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബഡ്ജറ്റും മറ്റു അനുബന്ധ കാര്യങ്ങളും തയ്യാറാക്കി 100 പരിശീലകന്മാരിൽ 20 പരിശീലകന്മാരുടെ പേര് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 20 പരിശീലകന്മാരുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വെർച്വൽ സംവിധാനങ്ങൾ വഴി അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഒറ്റ അഭിമുഖത്തിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു പരിശീലകനിലേക്ക് എത്തുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യലായുള്ള പ്രഖ്യാപനം നടത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊർഗുലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്യാൻ പോകുന്ന അഥവാ ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന പുതിയ പരിശീലകൻ ഇതുവരെയായിട്ടും ISL എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പരിശീലകനാണെന്ന്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ പുതിയ പരിശീലകനുമായി അനുബന്ധിച്ചുള്ള അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ ഒഫീഷ്യലായി കൊണ്ട് പുറത്തേക്ക് വിടുമെന്നാണ് ISTWCയുടെ ഒരു റൈറ്ററായ റെജിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത ISLന്റെ 11ാം സീസണിന് മുന്നോടിയായിക്കൊണ്ട് നടക്കാനിരിക്കുന്ന പ്രീ സീസണെ കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാ ISLന്റെ തുടക്കത്തിന് മുമ്പായിക്കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്രീ സീസൺ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. ഏതായാലും ഈ ഒരു പ്രീ സീസണും വളരെ ഗംഭീരമായി കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നടത്തുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം സാധാരണ നടത്തുന്നതിന് മുന്നോടി അഥവാ മുൻപേ തന്നെ ISLലെ തന്നെ വമ്പന്മാരായ ബംഗളൂരു എഫ്സി പ്രീ സീസൺ മത്സരങ്ങളൊക്കെ ആരംഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. നമുക്കറിയാം, നിലവിൽ ISLലെ എല്ലാ ക്ലബ്ബുകളും അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ തിരക്കിലാണ് ഇപ്പോൾ. ഏതായാലും ഇതുവരെ കിരീടം നേടാൻ സാധിക്കാതെ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും പുതിയ സീസണിൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ യുവ മുന്നേറ്റ താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 2021 മുതൽ ഐസ്വാൾ എഫ്സിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലാൽട്ടൻ മാവിയ എന്ന സൂപ്പർ താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു ടീമിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 2021 മുതൽ ഐസ്വാൾ എഫ്സിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലാലുവൻ മാവിയ എന്ന സൂപ്പർ താരത്തിന്റെ കരാർ ഈ മെയ് മാസത്തോടു കൂടി അവസാനിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ താരം ഐസ്വാൾ എഫ്സിയിൽ നിന്നും പോവുകയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയത് സ്വീകരിക്കാനാണ് താരത്തിന്റെ പദ്ധതി എന്നും ആ ഒരു റിപ്പോർട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റ നിരയിൽ ചിലപ്പോൾ നമുക്ക് ഐസ്വാൾ എഫ്സിയുടെ സൂപ്പർ താരമായ ലാലുവൻ മാവിയ എന്ന സൂപ്പർ താരത്തെ കാണാൻ സാധിക്കുമെന്നത്. ഏതായാലും ഇതൊരു കൺഫേംഡ് ന്യൂസ് തന്നെയാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.